എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതാരുമില്ലെനിക്ക്. ആത്മനാഥ ഈ പാരിടത്തിൽ എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇന്നീഹത്തിൽ നിന്നിലല്ല ദില്ല സന്തോഷം ജീവിതത്തിൽ. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകളും. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിടുമ്പോൾ, പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീയും കൈവിടുമോ? എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 21-ാം വാക്യം മുതൽ പറയാം. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു. കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അനീതിയുടെ ബന്ധനം, കയ്പുള്ള പക. ഇല്ലേ? ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ പലരുടെയും ജീവിതത്തിൽ പകയില്ലേ? പക, വിദ്വേഷം, പക, കയ്പുള്ള പക. നമ്മുടെ ഒരു വീട്ടിൽ തന്നെ, പുറത്തേക്കൊക്കെ പിന്നെ ആകട്ടെ, നമ്മുടെ വീട്ടിൽ പരസ്പരം ഐക്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമാണോ? കാര്യം വേറെ പഴമായി വഴക്കടിക്കലോ തമ്മിൽ തല്ലൊന്നുമില്ലായിരിക്കും നല്ലത്. പക്ഷേ അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ഭവനങ്ങൾ എങ്ങനെയാണ്? 100% ഐക്യം വരുന്നുണ്ടോ? 100% ഒരു ഹൃദയമായി തീരുന്നുണ്ടോ? അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു മനസ്സായി തീരാൻ പറ്റുന്നുണ്ടോ? ഭർത്താവ് പറയുന്നത് ഭാര്യ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഭാര്യയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാൻ ഭർത്താവിന് സാധിക്കുന്നുണ്ടോ? ഐക്യം പുലരുക, സ്നേഹം പുലരുക, സമാധാനം വരും. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം ഈ ആത്മീയമായ സ്വാതന്ത്ര്യം. ആത്മീയമായ സ്വാതന്ത്ര്യം അത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ, ഓരോരുത്തരുടെ കുടുംബത്തിൽ നോക്കൂ. അപ്പനും അമ്മയും പറയുന്നത് മക്കൾ അനുസരിക്കുന്നുണ്ടോ? ചില എനിക്കറിയാം, ഒരു അവസരത്തിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കുട്ടി, അവൻ രാവിലെ അവൻ പോരാൻ നേരത്ത് അവൻ അടുക്കളയിൽ വന്ന് എന്തോ തപ്പുന്നു. അമ്മ ചോദിച്ചു, നീ എന്നെ തപ്പുന്നത്? എനിക്കൊരു കത്തി വേണം. എന്തിനു കത്തി? കുളയിൽ കത്തിയതുകൊണ്ട് അതെനിക്ക് ഒരു കണക്ക് തീർക്കാനുണ്ട്. എന്താ പറയുന്നത്? നീ എന്തായി പറയുന്നത്? എനിക്ക് ചിലരോട് കണക്ക് തീർക്കാനുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം. അവിടെ അവന് അവൻ്റെ വൈരാഗ്യത്തിലുള്ളവരെ കുത്തിക്കൊല്ലാനാണ് കത്തി ചോദിച്ചത്, കത്തി എടുക്കാൻ നോക്കിയത്. അമ്മ കരഞ്ഞു പറഞ്ഞു, മോനെ അയ്യോ നീ കൊണ്ടുപോലെന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ അന്ന് അവൻ അനുസരിച്ചു. അമ്മയും അപ്പനും കൂടി എൻ്റെ അടുക്ക വന്നു, കാണാൻ വന്നു. സാറേ, ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. അവന് സാറൊന്ന് ഉപദേശിച്ചാൽ കൊള്ളാം. കാരണം അവൻ സാറിനോട് വലിയ വിരോധമൊന്നും കാണിക്കാറില്ല. അവൻ സാറിനെക്കുറിച്ച് അവൻ്റെ ബഹുമാനമുള്ളത് വലിയ തോന്നുന്നത്. സാറൊന്ന് ഉപദേശിക്കാമോ? ഞാൻ ഉപദേശിച്ചു. ഞാനവനെ വിളിച്ചു, അവൻ സംസാരിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ സമ്മതിച്ചു, കുഴപ്പമുണ്ട്, എനിക്ക് ചിലരുടെ വൈരാഗ്യമുണ്ട്, പകയുണ്ട്. ഞാൻ
ഈ പക പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു, മോനെ നീ എനിക്ക് ഈ പക പോകുന്നില്ലെന്ന് മനസ്സിലായല്ലോ, പോകാൻ മാർഗമുണ്ട്. ഒരു മാർഗമുണ്ട്, ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൽ വരണം, അപ്പോൾ ഈ പക പോകും. അപ്പോൾ ഹൃദയത്തിലുള്ള പക പോകണമെങ്കിൽ ഹൃദയത്തിലേക്ക് ക്രിസ്തു കടന്നു വരണം. പക, വൈരാഗ്യം, പക പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അനേകർ ഇതുപോലെ വലയുന്നവരുണ്ട്. പകയും വിദ്വേഷവും വൈരാഗ്യവും ശത്രുത മനോഭാവം പുലർത്തുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മോളുടെ അവളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾക്ക് പൂർണ്ണ സ്നേഹമാണോ? വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്, രണ്ട് വ്യക്തികൾ തമ്മിലാണ്. പക്ഷേ അവർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ സ്വന്തക്കാർ പരസ്പരം ഒരു കുടുംബമായി തീരുകയാണ്. അതാണ് ശരിയായ വിവാഹം എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയാണോ? അല്ലല്ലോ. പല കീറിപ്പുകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും പല തരത്തിലുള്ളതായ ഭിന്നതകളുണ്ടല്ലോ. പല കുടുംബങ്ങളും അങ്ങനെയല്ലേ? പ്രിയപ്പെട്ടവർ, ഞാനിത് ലളിതമായി പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്, വളരെ പ്രായോഗികമായിട്ട് പറയുന്നത്. പല കുടുംബങ്ങളിലും ഈ ബന്ധുക്കളോട് സ്നേഹമില്ല, ബന്ധുക്കളുമായി ഐക്യമില്ല. എന്തെങ്കിലും മോള് കല്യാണം കഴിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നില്ല, ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നില്ല, പശുവിനെ തന്നില്ല, പെട്ടി തന്നില്ല, അൽമാരി തന്നില്ല. എന്തൊക്കെയാണ് പരാതികൾ, എന്തെല്ലാം പരാതി. ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു മാമോദിസയോ അല്ലെങ്കിൽ കല്യാണം വന്നാൽ ഒക്കെ പങ്കെടുക്കും, സന്തോഷമായിട്ട് കൂടും. പക്ഷേ ഉള്ളിൽ വൈരാഗ്യം തിങ്ങി നിൽക്കുന്നു. നിങ്ങൾക്ക് നിമിഷം ചിന്തിക്കാമോ, നിങ്ങളുടെ ഹൃദയത്തിൽ വൈരാഗ്യമുള്ളത് ആരോടെല്ലാമാണ്? വിദ്വേഷമുള്ളത് ആരോടെല്ലാമാണ്? ഹൃദയത്തിൽ നീരസമുള്ളത് ആരോടെല്ലാമാണ്? ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയുള്ളത് ആരോടെല്ലാമാണ്? നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഞാനിത് കുരിശിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എൻ്റെ ഈ വൈരാഗ്യ മനോഭാവം മാറ്റി തരണമേ. ഈ വൈരാഗ്യത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. വൈരാഗ്യത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധത്തിലകപ്പെട്ടിരിക്കുന്നു. കയ്പുള്ള പക, അനീതിയുടെ ബന്ധനം. കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. അപ്പോസ്തലൻ പത്രോസ് പറയുകയാണ്, ഞാൻ കാണുന്നു. പത്രോസ് ദർശനം കാണുകയാണ്. പത്രോസ് ദർശനത്തിൽ കൂടി കാണുകയാണ്. അവൻ നോക്കുമ്പോൾ അവൻ കാണുന്നില്ല, പക്ഷേ പത്രോസ്ലിയ കാണുന്നു അവൻ കയ്പുള്ള പകയുണ്ടെന്ന്, അനീതിയുടെ ബന്ധനമുണ്ടെന്ന് കാണുന്നു. അടുത്ത വാക്യം വായിച്ച്. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ആത്മീയ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നീതിയുള്ളതല്ല, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. ഹൃദയം കാണുന്ന ദൈവം നോക്കുമ്പോൾ നേരുള്ളതല്ല. ദൈവമെല്ലാം കാണുന്നു, ഹൃദയം കാണുന്നു, അന്തരങ്ങൾ കാണുന്നു, ഹൃദയത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ ശോധന ചെയ്യുന്നു. ദൈവം നോക്കുമ്പോൾ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. എന്നിട്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കു ഓഹരിയുമില്ല. പിന്നെ നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്, ഈ ഒരു കാര്യം ചെയ്യണം, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പത്രോസേ പറയുക, നീ കർത്താവിനോട് പ്രാർത്ഥിച്ച് നോക്ക്. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. ഉറപ്പ് പറയുന്നില്ല. നീ പ്രാർത്ഥിച്ച് നോക്ക്, പക്ഷേ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നോക്കൂ, പകയും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് അപ്പാടെ ക്ഷമിച്ചു തരുന്നു തിരുവചനം പറയുന്നില്ല. പക്ഷേ ദൈവം ക്ഷമിച്ചു തരുമായിരിക്കും. നോക്കൂ, ഒരിക്കലും വൈരാഗ്യമോ പകയോ വിദ്വേഷമോ മുഷിച്ചലോ ഇഷ്ടക്കുറവ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ഒരു സെക്കൻഡ് മുന്നോട്ട് പോകരുത്. ഹൃദയത്തിൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ക്ഷമിച്ചേക്കുക, സമ്പൂർണ്ണമായിട്ട് ക്ഷമിക്കുക. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തെങ്കിൽ, നിങ്ങളെ പലതരത്തിൽ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തെങ്കിൽ ക്ഷമിച്ചേക്കുക, കണ്ണടച്ച് ക്ഷമിക്കുക. കണ്ണടച്ച് ക്ഷമിച്ചിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ധാരാളമായി ലഭിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിലുള്ളതായി വൈരാഗ്യമോ പകയോ മാറ്റാൻ നിങ്ങൾ പോലും തീരുമാനിക്കുന്നില്ല. അത് തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഹൃദയത്തിൽ ആരോടെല്ലാം ഉണ്ട് ഇഷ്ടക്കുറവ്. ദൈവത്തിന് സ്തോത്രം. ഒരു പെൺകുട്ടി യുവതിയാണ്. അവൾ എന്നെ വിളിച്ചു, സാറേ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. എന്തായിരുന്നു ജോലി? ഇന്ന ഓഫീസിൽ ഇന്ന ജോലിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താ രാജിവെക്കാൻ കാരണം? സാറേ നല്ല ശമ്പളമുള്ള ജോലിയാണ്, നല്ല ജോലിയാണ്, പക്ഷേ ഒരു കുഴപ്പം. ഞാൻ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഇറക്കി എന്നെ വിളിക്കും. എന്നിട്ട് ചിലതെല്ലാം ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയും, ചിലതെല്ലാം എഴുതാനൊക്കെ പറയും. ഞാനതൊക്കെ ചെയ്യും. പിന്നെ അദ്ദേഹം കൂടെ എന്നെ വിളിച്ചു തുടങ്ങി. പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കണം ഞാൻ. പിന്നെ സാറേ ഈ പറയാൻ പേടിയുണ്ട്. അദ്ദേഹം അരുതാത്ത രീതിയിലൊക്കെ എന്നോട് പെരുമാറാൻ തുടങ്ങി. ഞാൻ ആ ഓഫീസിൽ ജോലി ചെയ്താൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് രാജിവെച്ചു. ഞാൻ പോകുന്നു സാറേ. നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു, പക്ഷെ ഞാൻ പോകുന്നു. നോക്കൂ,
ജീവിതത്തിലുള്ളതായ അനർത്ഥം വരാതെ അവൾ തന്നെ സൂക്ഷിച്ചു. നല്ലത്. അപകടം വരാതെ അവൾ തന്നെ സൂക്ഷിച്ചു. ചില ഓഫീസുകൾ എങ്ങനെയുണ്ട്, ചിലരെങ്ങനെയുള്ളവരുണ്ട്. വേണ്ടാത്ത ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്, അരുതാത്ത ജീവിതത്തിലേക്ക് നയിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. യാതൊരു വിധത്തിലായി തെറ്റും വരരുത്. നാം സൂക്ഷിക്കണം. നമ്മളെവിടെ ജീവിക്കുന്നതോടെ വിശുദ്ധരായി ജീവിക്കണം, കറയില്ലാതെ ജീവിക്കണം, തെറ്റില്ലാതെ ജീവിക്കണം, പാവം കൂടാതെ ജീവിക്കണം. ഹൃദയത്തിലുള്ളതായ പക അനീതിര ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നു. കയ്പുള്ള പകയിൽ അനീതിര ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നതിനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് പക മാറാത്തവരാണ്. സ്വന്തം കുടുംബത്തിൽ തന്നെ ചിലരോട് ഇഷ്ടക്കുറവുണ്ട്, സ്വന്തം സഹോദരങ്ങളോട് ഇഷ്ടക്കുറവുണ്ട്, സഹോദരങ്ങളോട് ഇഷ്ടക്കുറവുണ്ട്, മരുമകളോട് ഇഷ്ടക്കുറവുണ്ട്, അമ്മായിമ്മയോട് ഇഷ്ടക്കുറവുണ്ട്. കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, അനേകർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിലും ജീവിതം മാറ്റുന്നില്ല, തീരുമാനം എടുക്കുന്നില്ല. ഞാൻ കാണുന്നത് അനേകർ തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷേ തീരുമാനം നിലനിൽക്കുന്നില്ല. എല്ലാം അബദ്ധമാണ്. എന്ത് വന്നാലും ശരി, എൻ്റെ ഹൃദയത്തിൽ പിശാചവകാശം പറയേണ്ട വരുത്തുകയില്ല. അത് തീരുമാനം എടുക്കണം. ഞാൻ പിശാചിന് തോറ്റു കൊടുക്കുകയില്ല. ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അവൻ വലഞ്ഞാണ് വന്നത്, വിഷമിച്ചാണ് വന്നത്. ഞാൻ പറഞ്ഞു, മോനെ നീ പിശാചിനോട് പറയണം, ഞാൻ തോറ്റു കൊടുക്കുകയില്ല, ഞാൻ പിശാചിനോട് തോറ്റു കൊടുക്കുകയില്ല. നീ ഹൃദയത്തിൽ പറയണം. എന്നിട്ട് പിശാചിനോട് പറയണം, ഞാൻ തോൽക്കുകയില്ല. ധൈര്യത്തോട് പറഞ്ഞോളൂ, ധൈര്യത്തോട് പറഞ്ഞോളൂ, പിശാച് മാറും. കഴിഞ്ഞ ദിവസം നല്ല ഓജസ്സുള്ള ചെറുപ്പക്കാരനായി നല്ല ഗൗണൊക്കെ ധരിച്ച് നല്ല ഒരു ഡ്രസ്സ് ധരിച്ച് അവൻ മിടുക്കനായിട്ട് ഒരു കോൺഫറൻസിന് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അവൻ ചില തീരുമാനങ്ങളെടുത്തു, നന്നായി. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. ഇല്ല, ഒരു കാരണവശാലും ഞാൻ തോറ്റു കൊടുക്കുകയില്ല, ഇല്ല, എന്നെ പിശാചിന് കിട്ടുകയില്ല. തീരുമാനിക്കണം. ഒരു കാരണവശാലും എന്തെല്ലാം സംഭവിച്ചു, എന്ത് ഗുണം കിട്ടിയാലും ശരി, എന്ത് ദോഷം വന്നാലും ശരി, നെവർ ഒരു കാരണവശാലും ചെയ്യില്ല, ഒരിക്കലില്ല. അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. ആ തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടെ ജയത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. കയ്പുള്ള പകയിലും അനീതിര ബന്ധനത്തിലും. അനീതിര ബന്ധനം, കയ്പുള്ള പക. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് നമുക്ക് നോക്കാം, വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. പിന്നെ എന്തിൻ്റെ അടിമയാണ്? വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പൗത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. സ്തോത്രം. വീഞ്ഞിനടിമപ്പെടാതിരിക്കണം, മദ്യത്തിനടിമപ്പെടരുത്, മദ്യത്തിനടിമപ്പെട്ട് പോകരുത്. മനുഷ്യനെ ഇന്ന് കുഴക്കുന്ന, നമ്മുടെ കേരളത്തിലെ മനുഷ്യരെ പ്രത്യേകിച്ചും നശിപ്പിക്കുന്ന ഒരു വലിയ മഹാബാധയല്ലേ ഈ മദ്യം. പക്ഷേ സർക്കാരിന് ധാരാളം രൂപ കിട്ടുമായിരിക്കും, ഈ അബക്കാരികളുടെ കയ്യിൽ നിന്ന് രൂപ കിട്ടുമായിരിക്കും. പക്ഷേ എത്ര കുടുംബങ്ങളാണ് നരകമാകുന്നത്? മദ്യം എന്ന ഒരൊറ്റ വിപത്ത് കൊണ്ട് എത്ര കുടുംബങ്ങളാണ് നരകം അനുഭവിക്കുന്നത്? നിങ്ങൾക്കറിയരുതോ? നല്ല മനുഷ്യൻ, നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യൻ, പക്ഷേ മദ്യം ചെന്ന് കഴിഞ്ഞാൽ ആൾ ഉഗ്രമായി കോപിക്കും. അദ്ദേഹത്തിന് പിന്നെ വരുന്ന ചിന്തകളൊക്കെ ഭയങ്കരമായ മഹാദോഷചിന്തകളാണ് വരുന്നത്. ഭാര്യ വേറൊരാളുടെ കൂടെ ജീവിക്കാൻ തോന്നുന്നു. മദ്യത്തിൻ്റെ പണിയാണ്. അതാണ് ഒരു സംശയരോഗം വരുന്നു. മദ്യം കൊണ്ട് എന്തെല്ലാം കോപക്രാന്തമായി തീരുന്നു. ചിലപ്പോൾ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടി അവരെ കൊല്ലാൻ നോക്കുന്നു, കൊല്ലുകയും ചെയ്യുന്നു. മദ്യം ഇന്ന് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പോകാൻ വഴി? മദ്യം. അതിന് സർക്കാർ വേണമെങ്കിൽ മദ്യം നിരോധിച്ചാൽ ഗുണം കിട്ടുമോ? കിട്ടുമായിരിക്കും. പക്ഷേ സർക്കാരിന് തയ്യാറാവില്ലല്ലോ. പിന്നെ എന്താ അതിന് പോകാൻ വഴി? നമ്മൾ മനുഷ്യരെ മദ്യം തൊടുകയില്ല, തീരുമാനിക്കണം. ഒരു കാരണവശാലും മദ്യം അടുപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ചില വീടുകളിൽ അതിഥികൾ വരുമ്പോൾ സൽക്കരിക്കുന്ന മദ്യം കൊടുത്താണ്. എൻ്റെ ചെറുപ്രായത്തിൽ വെച്ചാൽ ഒരു 24 വയസ്സ് 23 വയസ്സിൽ പ്രായത്തിൽ ഞാൻ ഒരു ബന്ധപ്പെട്ട ഒരു വീട്ടിൽ പോയി. കുറച്ച് ദൂരെയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അപ്പോൾ ആലീസ് ഉണ്ടായിരുന്നു. ആലീസ് അറിഞ്ഞില്ല. അവിടുത്തെ ഒരു പ്രായമുള്ള ആൾ എന്നെ വിളിച്ചു. അദ്ദേഹം മുറിയിലേക്ക് വിളിച്ചു. ഞാൻ ചെന്നു. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഇത് നല്ല മധുരക്കള്ളാണ്, ഒരു കുഴപ്പമില്ല, കുടിച്ചാൽ ദോഷമില്ല. ഞാൻ പറഞ്ഞു, അയ്യോ വലിയപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ മദ്യം കുടിക്കില്ല എന്ന്.
തൊടുകയിൽ തീരുമാനത്തിലുണ്ടല്ലോ. സാരമില്ല, ഇത് ലഹരിപ്പിക്കുന്നതല്ല, ലഹരിയൊന്നും ഉണ്ടാവില്ല. ഇത് നേരെ ചെത്തിയെടുക്കുന്ന അതേ തന്നെ ആ ചെത്തുന്ന ആളോട് പറഞ്ഞു തരുന്നതാണ്. എല്ലാ ദിവസവും എനിക്ക് തരും. അതിപ്പോൾ നീ വന്ന സമയത്ത് നിനക്ക് ഒരു ഗ്ലാസ് തരാമെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ എന്നോട് അങ്ങനെ പറയല്ലേ, ഞാൻ കുടിക്കില്ല കേട്ടോ, ഞാൻ അങ്ങ് എൻ്റെ ജീവിതത്തിൽ വ്രതമാണ്, മദ്യം തൊടുകില്ല എന്ന് അദ്ദേഹം നിർബന്ധിച്ചു, വളരെ നിർബന്ധിച്ചു. പക്ഷേ എനിക്കൊരു കൂസലുണ്ടായില്ല. കൂസലെന്ന് വെച്ചാൽ എനിക്ക് അയ്യോ ഒന്ന് കുടിച്ച് നോക്കിയാലോ തോന്നിയില്ല, ഒരിക്കലും തോന്നിയില്ല. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, എന്താ ഇത്രയും ദുശാഠ്യം പിടിച്ച് കൊടുത്തിട്ടും വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും കുടിക്കുന്നില്ലല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കിട്ടാമെന്ന് വെച്ചാലും മദ്യം തൊടരുത്, മദ്യപിക്കുന്നവരുടെ കൂടെ ഇരിക്കരുത്, മദ്യപിക്കുന്നവരുടെ കൂടെ സഞ്ചരിക്കരുത്, മദ്യപിക്കുന്ന സദസ്സിൽ ഇരിക്കരുത്. സൂക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഔദ്യോഗികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ മദ്യപാനികൾ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടി വരുന്നു എന്ന് വരാം, സ്വാഭാവികമായിട്ടും. വലിയ കോൺഫറൻസിനൊക്കെ മദ്യം വിളമ്പുന്ന സമയത്ത് കോൺഫറൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറിയിരിക്കാൻ പറ്റാതെ വരും, അവിടെ ഇരിക്കും. പക്ഷേ തൊടില്ല. അതൊരു നിഷ്ഠയായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ഭാഗ്യശാലികളാകും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, മക്കളും അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. മദ്യം തൊടരുത്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ എടുക്കൂ, 3-ാം വാക്യം. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കാമാർത്തികൾ, സെക്ഷൽ സിൻ, ലൈംഗിക പാപം, അതൊരു ഭയങ്കരമായ ആവേശം തോന്നി തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, ലൈംഗികമായ അരാജകത്വത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നൊരു പാവമാണ് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിൽ നടന്ന് ജാതിയുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഒന്നുകൂടി കേൾക്കൂ. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിച്ചല്ലോ. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും എല്ലാം നടന്നല്ലോ. ഇത്രയും കാലം നടന്നില്ലേ? മതിയാക്ക്. കർത്താവിൻ്റെ വചനത്താൽ പറയുന്നത് മതി, ഇനി വേണ്ട. ഇതുവരെ കുടിച്ചോ, ശരി, ഇനിയില്ല. ഇതുവരെ തെറ്റായ വഴി ജീവിച്ചോ, ദുർനടപ്പുണ്ടായോ, ഇനിയില്ല. ഓരോന്നും വായിച്ചിട്ട് അർത്ഥം അറിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത്. ദുർനടപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീയിലേക്ക് മോഹം വരുന്നത് ദുർനടപ്പാണ്. സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനിലേക്ക് ആകർഷണം വരുന്നത്, ആസക്തി വരുന്നത് ദുർനടപ്പാണ്, അശുദ്ധമാണ്. ഒരു കാരണവശാലും നമുക്ക് അശുദ്ധി പറ്റിപ്പോകരുത്. കാമാർത്തികളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്നുകൊണ്ട് ജാതികളെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി, നിർത്ത്, ഫുൾസ്റ്റോപ്പിടുക. ഇല്ല, ഇത്രയും നാളങ്ങനെയൊക്കെ ജീവിച്ചു, ശരി. അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ശരി, ഇത്രയും കാലം തെറ്റുകൾ പറ്റി, അബദ്ധം പറ്റി, എനിക്ക് ധനനഷ്ടമുണ്ടായി, പണം നഷ്ടപ്പെട്ടു, അല്ല മാനനഷ്ടമുണ്ടായി, മാനം നഷ്ടപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു. ഇല്ലേ? ഈ പാപത്തിലൊക്കെ പോയാൽ അഭിമാനം നഷ്ടപ്പെടും, നമ്മുടെ വിലയും നിലയും പോകും. നമുക്ക് തോന്നും ഇത് കുടിച്ച് മതിച്ച് കൂത്താട്ടി കിടക്കാമെന്ന് തോന്നും. പക്ഷേ നമ്മുടെ നിലയും വിലയും പോകും, വിലകെട്ടവരായിത്തീരും. ഓർക്കുക, സ്വഭാവശുദ്ധിക്ക് വലിയൊരു വിലയുണ്ട്. ആരെല്ലാം പരിഹസിച്ചാലും ശരി, സ്വഭാവം ശുദ്ധമാണോ വലിയ വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വഭാവം ശുദ്ധമാണെങ്കിൽ വലിയ പ്രയോജനമുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറയാം. കോളേജിൽ സമരം നടക്കുകയായിരുന്നു. അധ്യാപകരാണ് സമരം നടത്തുന്നത്. എന്തെല്ലാം വേണ്ടി അധ്യാപകർ കൂടി ഇരുന്ന് സമരം നടത്തുക. പക്ഷെ ഞാൻ അധ്യാപക സംഘടനയിലൊന്നുമില്ല, ഞാൻ സമരത്തിന് കൂട്ടുകൂടിയില്ല. എന്നെപ്പോലെ കൂട്ടുകൂടാത്ത ചിലരുണ്ടായിരുന്നു. അവർ രാവിലെ ഒപ്പിടാൻ ചെന്നപ്പോൾ അവരെ കൂടെ ഒപ്പിടിച്ചില്ല. ഞാൻ ഒപ്പിടാൻ ചെന്നു. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, പിന്നീട് ഞാൻ കേട്ടതാണ്, ഈ യോഹന്നാൻ സാറ് ഒപ്പിടാൻ വന്നത് ഹീസ് ഹാവിങ് സർട്ടൻ പ്രിൻസിപ്പിൾസ് ഇൻ ലൈഫ്. ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. സാറ് എഴുതാത്ത കാര്യങ്ങളും ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്ത ആളാണ്. വേണ്ട, സാറ് ഒപ്പിട്ടിട്ട് പൊക്കോട്ടെ. എന്നെ അവർ ഒഴിവാക്കി, എന്നെ ഒപ്പിടാൻ സമ്മതിച്ചു. ഞാൻ ഒരു കാരണവശാലും ഞാനൊരു എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്തുകൊണ്ടൊന്നും സമരം ചെയ്യുന്ന മനുഷ്യനല്ല, ചെയ്യുകയില്ല ഒരു കാരണവശാലും. എന്ത് ഡിമാൻഡ്സ് ഉണ്ടെങ്കിലും ഞാൻ സമരത്തിനില്ല, അതെൻ്റെ തീരുമാനമാണ്.
അതുകൊണ്ട് പക്ഷേ എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു, ചില തത്വങ്ങളുണ്ടായിരുന്നു, ചില തത്വദീക്ഷ, ചില നിഷ്ഠകളുണ്ടായിരുന്നു. അത് സാർമാർക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു, യോഹന്നാൻ സാറ് ഉപ്പിടാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ചില നിഷ്ഠ കൊണ്ടാണ്, പ്രിൻസിപ്പിൾസ് കൊണ്ടാണ്. അതുകൊണ്ട് ലെറ്റ് ഹിം സൈൻ ആൻഡ് ഗോ, അദ്ദേഹം ഉപ്പിട്ടിട്ട് പോയിക്കോട്ടെ. സ്തോത്രം. ഞങ്ങൾക്ക് ഒരു കോഴ്സില്ലാതെ ചെന്നു, ഒപ്പിട്ടിട്ട് ഞാൻ പോന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുള്ളത് അപ്പോൾ പ്രാർത്ഥിച്ച് ദൈവം നടത്തുന്ന വിധത്തിൽ ചെയ്യണം. പക്ഷേ ഒരിക്കലും ഡിമാൻഡിങ് ആയിരിക്കരുത്. എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും എനിക്ക് കിട്ടിയത് പോരാ, എനിക്ക് പ്രതിഫലം കിട്ടിയത് പോരാ എന്നൊരു തോന്നലുണ്ടാവരുത്. എൻ്റെ ശമ്പളം പോരാ എന്ന് തോന്നലുണ്ടാവരുത്. ശമ്പളം പോരാന്നുണ്ടെങ്കിൽ സമരം ചെയ്യല വേണ്ടത്, ജോലി രാജിവെച്ച് പോയിക്കൊള്ളണം. ശമ്പളം പോരാ, ശരി, പിന്നെ അവിടെ യുദ്ധത്തിന് പോകല്ല വേണ്ടത്. കരുണ തോന്നി നിങ്ങൾക്കൊരു ജോലി തന്നെങ്കിൽ ആ ജോലിയിൽ ഉറച്ചു നിൽക്കുക. അല്ലാതെ അവിടെ യുദ്ധം ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് നഷ്ടം, അത് ദോഷമാണ്, ദൈവം പ്രസാദിക്കില്ല. ഒരിക്കലും ഡിമാൻഡ് ചെയ്യരുത്, ഒരിക്കലും ഒന്നും ഡിമാൻഡ് ചെയ്യരുത്. മനസ്സില്ലേ, ശമ്പളം പോരായെങ്കിൽ പോയിക്കൊള്ളണം, ശമ്പളം കൂടുതൽ കിട്ടുന്നിടത്ത് വയ്ക്കുമോ, അതിൻ്റെ കുഴപ്പം. ഇങ്ങനെയൊരു മനോഭാവമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. ഒരിക്കലും ഡിമാൻഡിങ് ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഒരിക്കലും ഡിമാൻഡ് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ പിടിച്ചു മേടിക്കാൻ നിങ്ങൾ നോക്കരുത്, മത്സരിച്ച് മേടിക്കാൻ നോക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാമാർത്തികൾ, വീഞ്ഞു കുടിക്കൽ, മദ്യപാനം, വെറിക്കൂത്ത്, ചീട്ടുകളി സംഘങ്ങൾ ചെന്നിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂട്ടുകൂടിയിരിക്കുക, എന്തൊരു നഷ്ടപ്പെട്ട കാര്യങ്ങൾ. സമയം എത്ര പോകും, എത്രയോ സമയമാണ് പോകുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥി ചീട്ട് കളിക്കാൻ പോയാൽ അവന് പഠിക്കാൻ പറ്റുമോ? അല്ല, ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥൻ അവൻ ചീട്ട് കളിക്കാൻ പോയാൽ അവൻ്റെ ജോലി വിശ്വസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എപ്പോഴും ഓർത്തുകൊള്ളണം, നിങ്ങളുടെ ജീവിതം വിലയേറിയ ജീവിതമാണ്. ഇത് പരിപാവനമായി സൂക്ഷിക്കേണ്ട ജീവിതമാണ്. ഈ ജീവിതം അനുഗ്രഹീതമായ ജീവിതമാണ്. ഈ ജീവിതം പ്രയോജനപ്രദമാക്കി തീർക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ബാല്യകാലം മുതലേ അരുതാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ കർത്താവ് കൃപ തന്നു. അരുതാത്ത കാര്യങ്ങളെല്ലാം, എല്ലാറ്റിൽ നിന്നും. പക്ഷേ അന്നും എനിക്കറിയാം, ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, അന്നും എൻ്റെ ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നു, കോപം ഉണ്ടായിരുന്നു, ദുശാഠ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പാവമായിട്ട് കണക്കാക്കിയിരുന്നില്ല. പിന്നീട് ആത്മാവിന് വെളിച്ചം കിട്ടിയപ്പോഴാണ് ഇതൊക്കെ പാവമാണ് മനസ്സിലായത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വെളിച്ചം കിട്ടിയപ്പോഴേക്കും മനസ്സിലായി ഇതൊക്കെ പാവമാണ്. നീരസം ഉണ്ടാകുന്ന പാവമാണ്, കോപം ഉണ്ടാകുന്ന പാവമാണ്, ദുശാഠ്യം ഉണ്ടാകുന്ന പാവമാണ്, വാശി ഉണ്ടാകുന്ന പാവമാണ്, അതൊക്കെ മനസ്സിലായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ, പ്രവൃത്തിയിൽ, അരുതാത്ത ഒരു കാര്യത്തിലേക്ക് വാക്കിലോ പ്രവൃത്തിയിലോ പോകാൻ ഇടവരാതെ കർത്താവിനെ കാത്തു. നിങ്ങൾ വെറുതെ കേട്ടിരിക്കുകയല്ല, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ഓരോരുത്തരും ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം അറിയായ്മയുടെ കാലങ്ങളായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ ജീവിതത്തിലെ ഈ അനർത്ഥ പാവങ്ങൾ കൊണ്ട് ഞാൻ നരകത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. കർത്താവേ, ഒരു നരകമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നരകാഗ്നിയിലേക്ക് ഞാൻ പോകാതെ കർത്താവേ നീ എന്നെ കാക്കണമേ. മേലിൽ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. പാവം തൊടാത്തൊരു മനുഷ്യനായി ജീവിക്കും. അഴുക്ക് പറ്റാത്തൊരു മനുഷ്യനായി ജീവിക്കും. മേലിൽ ഇനിയൊരു പുതിയ ജീവിതം നയിക്കും. വന്നതോ കർത്താവേ നീ ക്ഷമിച്ചു തരണമേ. എൻ്റെ പാവം ക്ഷമിക്കാൻ വേണ്ടി, നീ എൻ്റെ പാവം കഴുകാൻ വേണ്ടി കുരിശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, കുരിശിൽ ചോദിച്ചത് രക്തത്താൽ എന്നെ നീ കഴുകണമേ, എന്നെ നീ വീണ്ടെടുക്കണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ പ്രാർത്ഥന. കർത്താവേ, ഇനിയും അരുതാത്തതായ ഒരു കാര്യത്തിലേക്ക് എൻ്റെ മനസ്സ് പോവുകയില്ല. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയണം, ആ വാക്ക് പാലിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടും, എല്ലായിടത്തും അഭിവൃദ്ധി കിട്ടും, ഐശ്വര്യം കിട്ടുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാ രംഗത്തും അഭിവൃദ്ധി കിട്ടും. എനിക്കറിയാം അനേകം ചെറുപ്പക്കാർ, അങ്ങനെ തീരുമാനമെടുത്തവർ പടിക്കവിടെ വടിയായിട്ട് ഇങ്ങനെ ഉയരുന്നു, അഭിവൃദ്ധിപ്പെടുന്നു. കാരണവശാലും പാപം തൊടുകയില്ല എന്നുള്ള തീരുമാനത്തോടെ ഇരുന്നുകൊണ്ട് അവർ ഓരോരോ അധർമ്മത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച്, അരുതാത്ത ദുശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് അവർ നിൽക്കുന്നതുകൊണ്ട് അവർ പടിപടിയായി ഉയരുന്നത് കാണാം. പടിപടിയായി ഉയരുന്നു. നിങ്ങളും പാപത്തിൻ്റെ വശീകരണത്തിൽ പെട്ടു പോകരുത്, പൈശാചികൻ്റെ വലയിൽ കുടുങ്ങി പോകരുത്, സാത്താൻ്റെ വലയിൽ കുടുങ്ങി പോകരുത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ വീഞ്ഞ് അടിമപ്പെട്ടു പോകരുത്. വീഞ്ഞ് അടിമപ്പെടുക, വീഞ്ഞിന്, മദ്യം, വീഞ്ഞിന് അടിമപ്പെട്ടു പോകരുത്. ചില പറയും, ചില വീര്യം കുറഞ്ഞ മദ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് കുഴപ്പമില്ല, ഒരു കമ്പനി സേക്ക് ഒന്ന് കുടിച്ചേക്കാം. ഇല്ല, ദൈവത്തിൽ ചെയ്യില്ല, ദൈവത്തിൽ ചെയ്യില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഒരു നാമമഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരുവൻ, യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുവൻ ഒരിക്കലും അങ്ങനെയുള്ള യാതൊരു തിന്മയിലേക്കും പോവുകയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മരണപര്യന്തം, മരണത്തോളം ഞാൻ പൂർണ്ണ വിശുദ്ധനായി ജീവിക്കും, പൂർണ്ണ ശുദ്ധിമതിയായി ജീവിക്കും. നിങ്ങൾ തീരുമാനമെടുത്താൽ സാധിക്കാൻ കർത്താവ് തരും കേട്ടോ, കൃപ തരും, സംശയിക്കേണ്ട. തീരുമാനം എടുത്തോ, കർത്താവ് അതിയായി സന്തോഷിക്കും. കർത്താവിനുള്ള സകല കൃപയും തരും, പേടിക്കണ്ട.
കിട്ടും. അയ്യോ എന്നെക്കൂടെ സാധിക്കുമോ, ഞാൻ തോറ്റുപോയില്ലേ? പേടിക്കണ്ട, തോറ്റുപോയില്ല. ദൈവം നിങ്ങൾക്ക് ജയിക്കാനുള്ള കൃപ തരും. കർത്താവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇനിമേലിൽ ഒരശുദ്ധിയും എന്നെ തൊടുകയില്ല. മദ്യം ഞാൻ തൊടുകയില്ല, മദ്യം എന്നെ തൊടുകയില്ല. മദ്യപാനികളായിട്ട് കൂട്ടുകെട്ട് ഞാൻ വിടുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ളതായി എല്ലാ തിന്മകളോട് ഞാൻ യാത്ര പറയുന്നു. പറയൂ, നിങ്ങൾ ഹൃദയത്തിൽ പറയൂ. ശാപകരമായ സകലത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തിൻ്റെ എല്ലാ വശീകരണങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. പൈശാചിക ശക്തി ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശാംബരാനെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട്, ഉള്ളം കൊണ്ട് നിന്നെ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഭാഗ്യകരമായിരിക്കും. ഭാഗ്യകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗ്ഗം നിങ്ങൾ പ്രസാദിക്കും. യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. പ്രകാശം നിങ്ങളുടെ മേൽ വരും. അന്ധകാരം മുഴുവൻ മാറിപ്പോകും. എന്തോ ഒരു സൗഭാഗ്യ ജീവിതം, സ്നേഹമുള്ള ജീവിതം. കുടുംബം സ്നേഹമായി തീരും. ഭാര്യ ഭർത്താവ് ഒരു ഹൃദയമായി തീരും. മക്കളും മാതാപിതാക്കൾ ഒരു ഹൃദയമായി തീരും. കുടുംബം ഐശ്വര്യമായി തീരും. എന്തൊരു ഐശ്വര്യമാണ് ഒരു ഏകമനസ്സുള്ള കുടുംബം എന്ന് പറയുന്നത്. എന്തൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഭാഗ്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. വേറെ ഒന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട. പാവം വിട്ടാൽ മാത്രം മതി. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ ഹിംസിക്കുന്ന, നിങ്ങളെ വിഴുങ്ങിക്കളയുന്ന പാവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം മതി. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി പാവത്തെയെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആത്മീയമായ അനുഗ്രഹങ്ങളുടെ സമ്പത്തിലേക്ക് ദൈവം നിങ്ങളെ ആനയിക്കും. നിങ്ങൾക്ക് ശുഭഭാവി വരും. നിങ്ങൾക്ക് അവസാനം മരണം കഴിഞ്ഞ് നിത്യജീവൻ്റെ ഉറപ്പും തരും. നിത്യജീവനിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കും. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ ഇപ്പം നിങ്ങൾക്ക് സാധിക്കും. ഒരേ ഒരു കാര്യം മാത്രം, കർത്താവേ, നിൻ്റെ ചങ്ക് തുറന്നൊഴിയത് രക്തത്താൽ എന്നെ കഴുകണമേ. തിരുവാലിൽ നിന്നൊഴിയത് രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, നിൻ്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകി വന്നതായി തിരക്തത്താൽ എന്നെ കഴുകണമേ. നാഥ, നിൻ്റെ തിരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. മുഴുവനായി കഴുകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. വിശ്വസിക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾക്ക് അനുഗ്രഹം തരികയും ചെയ്യും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങൾ മൂലം അനേകർക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ഒരാൾ മൂലം അനേകർക്ക് അനുഗ്രഹം ലഭിക്കും. വേണമോ ഈ ഭാഗ്യം? വേണമോ നിങ്ങൾക്ക് ഈ ഭാഗ്യം? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. മനസ്സോടെ കൊടുക്കുക. വിട്ടുകൊടുക്കുക. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് എല്ലാ കാര്യങ്ങളാണെന്ന് കാണുവാൻ ഞങ്ങൾക്ക് കണ്ണു തുറന്നു തന്നതിനായി സ്തോത്രം. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിൻ്റെ വേല ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിനെ സ്തുതിക്കുന്നവരുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുത്തെ കൃപകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.